പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. ഈ വള്ളിക്കാവിൽ നമ്മൾ ഇന്ന് ഡേ വിത്ത് സ്റ്റാർ ആരുടെ ഒപ്പമാണ്? അതെ, ആരുടെയൊക്കെയോ ഒപ്പമാണ്. ഒരു ഡേ വിത്ത് സ്റ്റാർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ ഒപ്പം ഒത്തിരി ഒത്തിരി സ്റ്റാർസ് കൂടി ചേർന്ന് വന്ന ഒരു ആകെ മൊത്തം ഒരു വലിയൊരു സ്റ്റാർ ഡേ ആകാൻ പോവാണ്. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത് ഒപ്പത്തിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയണം. അവർ 4 പേരുണ്ട്. അതിൽ ഒരാളുടെ വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജിം ജേക്കബ് ഇതാ ഞങ്ങൾ വരുന്നു. ജിമ്മിനെ കാണാൻ വന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ നില മറന്നു പോയതൊന്നുമല്ല. 13ാമത്തെ നിലയിൽ ഇറങ്ങിയിട്ട് 14ാമത്തെ നിലയിലേക്ക് നടന്നു വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ഹെൽത്തി ആയിട്ട് ഇന്ന് ഫുൾ ഡേ വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുറേ കലാകാരന്മാരുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ചാടി എനർജറ്റിക് ആയിട്ട് നിൽക്കണം. ഓക്കെ, സോ നമ്മൾ ജിമ്മിൻ്റെ ലെവലിലെത്തി. 14. ഹായ് നന്ദിനി. മനസ്സിലായി, നിങ്ങൾ വളരെ നേരത്തെ ഉള്ളത്. കൃത്യം 10 മണിയുണ്ട്, 11:30 എന്താ കൃത്യം ഇഷ്ടം. ജിമ്മിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കീബോർഡ് കാണും, ഗിറ്റാർ കാണും. ഒരു മ്യൂസിഷ്യന്റെ വീടാണ് എന്ന് ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിനു വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചതല്ലേ. പിന്നെ ഇഷ്ടം പോലെ ഒപ്പത്തിന്റെ കുറെ ഫലകങ്ങൾ ഒരുപാടായിട്ടില്ലേ, കുറച്ചായിട്ടുള്ളൂ. ഇനി വഴി വരുന്നുണ്ട്, വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും മാത്രം വെച്ചിട്ടുള്ളത്. ഇനി ഒത്തിരി ഫലകങ്ങളും മെഡലുകളും എല്ലാം ഉണ്ട്, കിട്ടാനുണ്ട്. കിട്ടാനുണ്ട്, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മള്. കിട്ടും, ഒരുപാട് കിട്ടും. ഫീൽ അറ്റ് ഹോം. ഇരിക്കും. ഞാൻ ആക്ച്വലി വിചാരിച്ചത് എന്താണെന്നറിയോ, ഈ ഒപ്പം എന്ന് പറയുന്ന സിനിമ ഇങ്ങനെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടൊക്കെ ഓടി 70 കോടി അടുത്ത് 100 കോടി എത്താറായി. ഹിറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. കുറച്ചൊക്കെ ജാട കാണിക്കും. ഹായ്, ഐ എം ജിം എന്നൊക്കെ പറയുന്നു. ജാട കാണിച്ചിട്ട് കാര്യമില്ല. ജാട കാണിച്ചിട്ട് എന്താ കാര്യം? സിമ്പിൾ ആയിട്ടിരിക്കണ്ടേ. ജിമ്മിന് പേരുണ്ടെങ്കിൽ ഒരിത്തിരി മസിൽ പോലും ഇല്ല. ജിമ്മാണ്. ഹലോ, ഹായ് ചേച്ചി. ചേച്ചി കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലേ? ഓ ഇല്ല, 10 മണി തൊട്ട്. ജിം ചേട്ടന്റെ വൈഫാണ്. ചേച്ചിയുടെ പേരെന്താ? മിന്റു. മിന്റു ചേച്ചി പാട്ട് പാടുമോ? പാട്ട് പാടില്ല. കള്ളം പറയുന്നത് ഇല്ല, സീരിയസ്ലി ഇല്ല. ആസ്വദിക്കും, പക്ഷെ പാട്ട് പാടത്തില്ല. പാടിയിട്ടില്ല. ചുമ്മാ പേടിപ്പിക്കാൻ പോലും പാടില്ല. പേടിപ്പിക്കാൻ പോലും പാടി ഞാൻ കേട്ടിട്ടില്ല. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഞാൻ ആളും വേറെ പ്രൊഫഷനാണ്. അപ്പോൾ 2 പ്രൊഫഷണൽ. എൻ്റെ പ്രൊഫഷനിലേക്ക് ആളും വരില്ല, ഞാൻ ആളുടെ പ്രൊഫഷനിലേക്ക്. ഞാൻ ഡെന്റിസ്റ്റ് ആണ്. എൻഡോഡോണ്ടിസ്റ്റ്. ഡെന്റിസ്റ്റിൽ റൂട്ട് കനാലിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കും. എൻ്റെ പല്ലെങ്ങനെയുണ്ട്? നോട്ട് ബാഡ്. ഓക്കെ, അപ്പൊ ചേട്ടന്റെ ഒപ്പത്തിലെ പാട്ടിനെ പറ്റിട്ട് പറയും. ഒപ്പത്തിലെ പാട്ട് എൻ്റെ ഫേവറേറ്റ് മിനുങ്ങും മിന്നാമിനുങ്ങും ആണ്. ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ എല്ലാം സോങ്സും ഇഷ്ടമാണ്. ബട്ട് എൻ്റെ ഫേവറേറ്റ് മിനുങ്ങും മിന്നാമിനുങ്ങ സോങ് ആണ്. ജിം ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആണോ? ചേച്ചി പാട്ടൊക്കെ പാടിത്തരോ? ചേച്ചി പിണങ്ങി ഇരിക്കുമ്പോ മിനുങ്ങും മിന്നാമിനുങ്ങയൊക്കെ പാടി റൊമാൻറ്റിക് ആണോ ചോദിച്ചാ അല്ല എന്ന് പറയുന്നില്ല. റൊമാൻറ്റിക് ആണ്. പാട്ടൊക്കെ അത്യാവശ്യം. എപ്പോഴും അങ്ങനല്ല, 1-2 മിനിറ്റ് ഒക്കെ പാടാൻ കുഴപ്പമില്ല. പിന്നെ പ്രലോങ് ആയി കഴിഞ്ഞാൽ ഇച്ചിരി ഒന്നും കേട്ടിരിക്കാൻ. കേട്ടോ, കേരളത്തിലുള്ള പ്രേക്ഷകരൊക്കെ ഈ പാട്ടുകൾ ഇങ്ങനെ വീണ്ടും കേട്ടോണ്ടിരിക്കുമ്പോ കൂടെ നിൽക്കുന്ന ആള് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പാടിയത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ജിം ചേട്ടന്റെ കൂടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുൾ ഡേ. ചേച്ചി ഞങ്ങളെ വിളിച്ചിട്ട് പോകാൻ പോവാണ്. അപ്പൊ ചേച്ചി, താങ്ക് യു സോ മച്ച്. വെരി നൈസ് മീറ്റിംഗ് യു. ഈ ചേച്ചിക്ക് വേണ്ടിയിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് ഒരു പാട്ട് പാടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. നെറുകിൽ തൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ. അപ്പൊ നമുക്ക് പോവാം. പിന്നെ നൈസ് മീറ്റിംഗ് യു.
കാണാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ബിബിച്ചേട്ടൻ ചീത്ത വിളിക്കുവോ? അവൻ്റെ സ്വഭാവത്തിന് ചീത്ത വിളിക്കില്ല, പക്ഷേ ചില സ്വഭാവത്തിന് ചീത്ത നല്ലത് വിളിക്കും. നിങ്ങളെന്തായാലും പറയാൻ ചാൻസില്ല, പറയണേ തന്നെ എന്നോട് പറയുള്ളൂ. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ സേഫായി. പ്രത്യേകം പറഞ്ഞ അവൻ്റെ അടുത്ത് പറയും തന്നെ കൊണ്ട് ചീത്ത വിളിക്കണം എന്നുള്ളത്. ബിക്കോസ് താൻ കാരണമല്ല, ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലേ ജിം ചേട്ടൻ ഇന്ന് എന്റെ രക്ഷകരാണ്. ഒരിക്കലും അല്ല, വെറുതെ തെറ്റിദ്ധരിക്കുന്നത്. ഏതാണ് ചേട്ടന്റെ വണ്ടി? ഏതാ? കിടന്ന വൈറ്റ് വണ്ടി. ഓക്കെ. ബിബിച്ചേട്ടനെ കണ്ടില്ലല്ലോ സ്റ്റേഷനിൽ പോയിട്ട്. തിരിച്ചു വീട്ടിൽ പോയോ? അപ്പൊ ഇന്ന് ചിലപ്പോ ബിബിച്ചേട്ടൻ ഒപ്പം കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ബിബിച്ചേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ മോഡൽ. അല്ല, ഞങ്ങൾ എത്ര നേരം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നു എന്നറിയോ? 1.5 മണിക്കൂർ പോസ്റ്റ് അടിയായിരുന്നു. 1.5 മണിക്കൂർ. ഞാൻ നിന്റെ വിളിച്ച കാര്യം പറഞ്ഞു. സംഭവിച്ചെന്നറിയോ? സ്ഥലം പറയുന്നത് വൃത്തിയായിട്ട് പറഞ്ഞു. ചിലവന്നൂർ എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ കേട്ടത് ചേരാനിലിരുന്ന കാറാരെ കൊണ്ടുപോയി ചേരാനിലൂർക്ക് നേരെ കൊണ്ടുവന്ന ഭാഗ്യത്തിന് എന്തായാലും പറഞ്ഞു നിർത്തി ഞാൻ രക്ഷയിട്ടില്ലേ. അപ്പൊ ബിബി ചേട്ടൻ നൈസ് ടു മീറ്റ് യു. താങ്ക് യു. എന്റെ പേര് നന്ദിനി. ചേട്ടൻ ഇത്രയും വലിയ റോക്ക് സ്റ്റാർ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൊള്ളാം. ഒരുപാട് ഫാൻസ് ഉണ്ട്, അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യില്ലേ. ഓ യെസ് യെസ്. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് ഇത് എവിടെയാ സ്ഥലം? ഇത് NHQ സ്റ്റുഡിയോ ആണ്, പ്ലസ് കോളേജാണ്. കോളേജാണോ? കോളേജ് കൂടിയാണ്. ഓക്കെ. നിങ്ങളാണോ ഇതിന്റെ രണ്ടുപേരുമാണോ പ്രിൻസിപ്പൽ? ഡീൻ? ഞാൻ ഇതിന്റെ ഓണറാണ്. ഓക്കെ. NHQ ഓണർ ഞങ്ങൾ 4 പേര് തന്നെ. അത് 4 പേര് തന്നെ. ഫോർമസിക്സിലെ പോലെ ഇത് 4 പേര് തന്നെ. പക്ഷെ മറ്റ് 3 പേരാണ്. അതിനകത്ത് ഒരാൾ ഇവിടെ ഉണ്ട്. ആളെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ. എന്തായാലും അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥാപനം. ഇതാണ് നോയ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് NHQ. ഇവിടെയാണ് നമ്മുടെ എല്ലാ സോങ്സും റെക്കോർഡിങ്സ് ചെയ്തേക്കണേ, എല്ലാ വർക്ക്സും ഇത് ഞങ്ങൾ തന്നെയാണ്. ഇതിനകത്തുള്ള എന്താ വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ട്, ഇപ്പോൾ ഫോർ മ്യൂസിക്സിലും NHQലും കോമൺ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എനിക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ട് ഇവിടെ. ഒരാളിവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. ശ്രീത്ത് ഇവിടെ. ശ്രീത്തേ, ഇതാണ് പാർട്ട്ണർ. ഹലോ ഹായ്, നന്ദിനി. ഇപ്പോൾ ഫോർ മ്യൂസിക്സിലെ പോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. LKG തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ? എല്ലാവരും ഫ്രണ്ട്സാണ്. ഞാൻ പറയാം, വീണ്ടും പറയാം. 2 നാട്ടിലാണെങ്കിലും. ജിമ്മിനെ പറ്റിയിട്ട് പറയാം. ജിം ആസ് എ പേഴ്സൺ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ രാവിലെ തൊട്ടേ ഫോളോ ചെയ്ത് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കുട്ടി ജിമ്മിനെ കുട്ടി ജിമ്മ് കുറച്ച് തടിയനായിരുന്നു. നല്ലപോലെ വീട്ടിൽ നല്ലൊരു ഫോട്ടോ ഇരിപ്പുണ്ട്. ചിക്കൻ കാല് കടിച്ചു പിടിച്ചിരിക്കുന്ന ഫോട്ടോ, അത് നിങ്ങൾക്ക് കാണാം. ആസ് എ ഫ്രണ്ട് ഈസ് വെരി നൈസ്. നൈസ് എന്ന് പറഞ്ഞാൽ പോരല്ല, ഞങ്ങൾ വളരെ UKG തൊട്ട് പഠിക്കുന്നതാണ്. അയർലൻഡിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലാൻ വന്നത്. പിന്നെ മ്യൂസിക്കിൻ്റെ ക്രൈസ് ചെറുപ്പം തൊട്ടേ ഉണ്ട്. അവർക്ക് ബാൻഡ് ഉണ്ടായിരുന്നു. നമ്മളോട് പറ്റുന്ന മ്യൂസിഷ്യൻ അല്ലെങ്കിൽ നമ്മൾ പറ്റുന്ന ഹെൽപ്പ് നമ്മൾ. മ്യൂസിഷ്യൻ അല്ലേ? ഞാൻ പേഴ്സണൽ മ്യൂസിഷ്യൻ അല്ല, സൗണ്ട് എഞ്ചിനീയർ അല്ല. ഞാൻ ആക്ച്വലി ബിസിനസ് മാനേജ്മെന്റ് ആണ്, അതാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അയർലൻഡിലെ ജിം എന്ത് പഠിച്ചത്? ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒരുമിച്ച് ആകെ കൺഫ്യൂഷനായി. ബിബി ചേട്ടൻ അയർലൻഡിൽ എന്തായിരുന്നു പരിപാടി? ഞാൻ അയർലൻഡിൽ ഒരു പരിപാടി വെറുതെ വിസിറ്റിന് പോയതാ? അല്ല, ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് NHQന്റെ ബാക്കി ടൂർ നടത്തിയാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും. നമ്മൾ NHQ ഒക്കെ കണ്ടു. അതിമനോഹരമായ NHQ പനമ്പള്ളി നഗറിൻ്റെ ഒത്ത നടുഭാഗത്തായിട്ട് വരും. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് മറ്റൊരാളുടെ ഒപ്പം ചേരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിസ്ട്രിക്റ്റേ കടന്നു പോവാണ്. കൊച്ചി കടന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നു. ആരുടെ ഒപ്പം? സർപ്രൈസ്. അതെ, സർപ്രൈസ്. ഒന്നര സമയമായി. 2-2:30 ഞങ്ങൾക്ക് കോട്ടയത്തെത്തണം. ആകെ 1 മണിക്കൂർ സമയമുള്ളൂ. പെട്ടെന്ന് പറക്കാണ്. അപ്പോൾ ബൈ, അവിടെ കാണാം.
ബിബി ചേട്ടന്റെയും ജിം ചേട്ടന്റെയും ഒപ്പം നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നത് ഇപ്പോഴും അതൊരു സർപ്രൈസ് ആണ്. അപ്പൊ എന്താണെങ്കിലും അവിടെ എത്തുന്നത് വരെ നമുക്ക് ബിബി ചേട്ടനെയും ജിം ചേട്ടനെയും കൂടുതൽ അടുത്തറിയാം. ജിം എന്ന് തുടങ്ങുന്ന പേരിൽ തുടങ്ങുന്ന 2 ഫേമസ് മ്യൂസീഷ്യൻസിന്റെ പേര് പറയോ? കേക്കട്ടെ. ജിം തുടങ്ങുന്ന പേര് തന്നെ പറയണോ? ആ പിന്നെ ജിം എന്നുള്ള പേര് ശരിക്കും പറഞ്ഞാൽ ജെയിംസ് എന്നുള്ള പേര് എന്നുള്ളൊരു ബാക്കിയാണ് ജിം എന്നുള്ള പേര്. അപ്പൊ ശരിക്കും പേര് ജെയിംസ് ജിം എന്നല്ല എന്ന് പറഞ്ഞു? എന്റെ പേര് ജിം തന്നെയാണ്. ശരിക്കും ജിം എന്നുള്ള പേര് ജെയിംസ് എന്നാണ് ഒരു ഉത്ഭവം എന്നാണ് അങ്ങനെ പറഞ്ഞുള്ള കേട്ടറിവ്. പക്ഷെ ജിം വെച്ച് തുടങ്ങുന്ന 2 ഫേമസ് മ്യൂസീഷ്യൻസിന്റെ പേര് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പെട്ടു. അതൊന്നും ചോദിക്കരുത്. ജിം മോറിസൺ, അത് ഞാൻ പറയില്ല. ജിമി ഹെൻഡ്രിക്സ്. ഞാൻ പറയാൻ വന്ന പേര് ജെയിംസ് ഹോർണറിന്റെ പേരാണ് പറയാവുന്നത്. എന്റെ ഫേമസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മ്യൂസീഷ്യനാണ് ജെയിംസ് ഹോർണർ. അപ്പൊ അതുകൊണ്ട് ആ പേരിലാണ് തുടങ്ങാൻ വേണ്ടിയിരുന്നത്. ജിമ്മി ഹെൻഡ്രിക്സ് എന്ന് പറയുന്നത് ഇവിടെ ജിം അല്ലല്ലോ, ജിമ്മി അല്ലേ? പക്ഷേ JIM ലാണല്ലോ തുടങ്ങുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബിബി വെച്ച് തുടങ്ങുന്ന ഒരു ഫേമസ് മ്യൂസീഷ്യൻ ഒരാളുടെ പേര് പറഞ്ഞാൽ പറയാം. ആ മതി, ബിബി മാത്യു. ബിബി എന്ന പേരിൽ ഒരൊറ്റ മ്യൂസീഷ്യനെ ഈ എൻറ്റയർ ലോകത്തുള്ള അറിയാവും. അതാണ് ഈ ഇരിക്കുന്നത് ബിബി മാത്യു. ഓക്കെ, അപ്പൊ ജിം ചേട്ടനും ബിബി ചേട്ടനും ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. കണ്ട നാൾ മുതൽ, ആദ്യമായി കണ്ട നിമിഷം നമുക്ക് അയവിറക്കാം. ആക്ച്വലി അല്ല, ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഇത് പ്രണയപരമായ എന്തെങ്കിലും സെഗ്മെന്റ് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, പക്ഷെ നിങ്ങൾ കൊച്ചുനാൾ മുതലേ അറിയാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. ഞങ്ങള് ഒരേ ലോകക്കാരാണ്, ഒരേ നാട്ടുകാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ വെച്ച് കണ്ടു? ആഴകം എന്ന് പറയും, അങ്കമാലിക്ക് അടുത്ത് ആഴകം, മൂക്കന്നൂര്. എവിടെ വെച്ച് കണ്ടു എന്നുള്ള ചോദ്യത്തിന് അടുത്തടുത്താണോ താമസിക്കുന്നത്? അതെ അതെ അതെ, ഒരു 5 minutes വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. ഓക്കെ, മ്യൂസിക്കിലേക്ക് എങ്ങനെയാ നിങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് വന്നത്? മ്യൂസിക്കാണ് ഞങ്ങൾ ഒന്നിപ്പിച്ച കാര്യമല്ലോ. അതെ, മ്യൂസിക്കാണ് ഞങ്ങൾ ഒന്നിപ്പിച്ചത്. ഞങ്ങള് എല്ലാവരും ഒരേ പ്രായക്കാരല്ല, പല പ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും മൂത്തതാരാ? പ്രായം പറയില്ല. ഏറ്റവും പ്രായം ചോദിക്കില്ല. ഏറ്റവും മൂത്തത് ഞാനല്ല. ഏറ്റവും മൂത്തതാരാ? ജിം ചേട്ടനാണോ? ബിബിയാണ്. ഏറ്റവും മൂത്ത ബിബിയാണ്. ഏറ്റവും മൂത്ത ഞാനാണ്. എന്റെ തൊട്ട് താഴെ എൽദോസ്, ഏറ്റവും ചെറുപ്പക്കാരനായ ജിമ്മ്. ജിമ്മാണ് ഏറ്റവും കുഞ്ഞ്. ഓ ഓക്കെ. അപ്പം പറയാം, എങ്ങനെയാ നിങ്ങള് മ്യൂസിക്കിലൂടെ ഒരുമിച്ചത്? തുടങ്ങി വെച്ചത് ഞാനും ഇവനും തമ്മിലുള്ളൊരു, ഞങ്ങളാണ് റിലേഷൻഷിപ്പ് 4 പേരും തമ്മിലുണ്ടായിരുന്നു. പക്ഷെ മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം ഞാനും ബിബിയാണ് ആദ്യം തുടങ്ങി വെക്കണേ. ഞങ്ങള് ഞാൻ 10th പഠിക്കുന്ന സമയത്ത്, അങ്ങനെ ആ സമയത്താണ് ഞങ്ങൾ തമ്മിൽ മ്യൂസിക് റിലേഷൻഷിപ്പ്. അതിന് മുമ്പ് ക്രിക്കറ്റ് കളി ബന്ധമുണ്ട്. അപ്പൊ ഒരു ദിവസം അങ്ങനെ ഞാൻ അതും പാട്ട് പാടും, ബിബി പാട്ട് പാടും. ഒന്നും പ്രൊഫഷണലി അന്ന് ചെറുതായിട്ട് പാടി തുടങ്ങുന്ന സമയം. ഞാൻ ഇങ്ങനെ അന്ന് ഗിറ്റാറൊക്കെ ഇങ്ങനെ പയ്യെ പഠിക്കണ സമയമാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം വലിയൊരു ഐഡിയ ഒക്കെ ഇടാൻ ചെല്ലണേ. ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പാട്ട് കമ്പോസ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ഒരു ഞായറാഴ്ചയാണ് അത് ചോദിക്കുന്ന കാര്യം എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ്, ഓർമ്മ ഭയങ്കര. ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ചെയ്തതിന്റെ വീട്ടിൽ ഞാൻ എന്ന് പറയാൻ കാരണം, ഞാൻ അന്ന് ഗിറ്റാർ ക്ലാസ്സിൽ പോയിട്ട്, ഗിറ്റാർ ക്ലാസ്സിൽ ചെന്നപ്പോൾ എന്നെ അന്ന് ഗിറ്റാർ പഠിപ്പിച്ച സാറുണ്ട്, സെൽവം എന്നുണ്ട്. സാറൊന്ന് മരിച്ചു പോയിട്ടോ. അപ്പോൾ സാറ് അന്ന് സ്വന്തം കമ്പോസിഷൻ പറഞ്ഞാൽ പുള്ളി പാടി കേൾപ്പിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് തോന്നണം, എന്തുകൊണ്ട് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തുകൂടാന്നൊരു തോന്നൽ, ചിന്ത ഉണ്ടാവണം അന്നാണ്. അപ്പോൾ അന്ന് അത് കേട്ടിട്ട് ആ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ, അന്ന് എൻ്റെ ഒരു ബൈക്ക് ഉണ്ട്, അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടാണ് പോണേ. എന്നിട്ട് നേരെ ഞാൻ തിരിച്ച് ബിബിയുടെ വീട്ടിൽ വന്നിട്ട് ബിബി എടുത്തോണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് പാട്ടുകൾ കമ്പോസ് തുടങ്ങിയാലുണ്ടാവും എന്ന് ചോദിക്കണം. അപ്പോൾ അവൻ പറയണം, ഇതാണ് അത്ര വലിയ കാര്യം എന്ന് ചോദിക്കണം എൻ്റെ അടുത്ത്. അങ്ങനെയാണ് അവൻ്റെ റെസ്പോൺസ്. അങ്ങനെയാണ് എപ്പോഴും. അപ്പൊ വെച്ചാല് ഇവൻ ഓൾറെഡി കമ്പോസ് ചെയ്ത് തുടങ്ങി, ഓൾറെഡി ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു. ഇവൻ എഴുതും, നന്നായിട്ട് എഴുതും. ബിബി എല്ലാ ദിവസവും മസലായിട്ട് എഴുതും കേട്ടോ. അപ്പൊ ബിബി ഓൾറെഡി കുറെ ഡിവോഷൻസ് എഴുതിയും കമ്പോസ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറയണ, ഞാൻ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ നമ്മളെത്ര കണ്ടേക്കുള്ളൂ. ഇതായിരുന്നു. ഞങ്ങൾ തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസം ഉണ്ടാവും ഒന്ന് പറയാനുണ്ടാവും? 4. ഓ, ഷാർപ്പായി പോയി. അപ്പം അതുപോലെ ഇപ്പൊ എന്റെ അടുത്ത് പോയപ്പോൾ കുറെ ബുക്കൊക്കെ എടുത്ത് കാണിച്ചു. അവനെ എഴുതി വെച്ചാണ് പാട്ടുകൾ എഴുതി വെച്ചാണ് ബുക്കുകളും കുറെ എടുത്ത് കാണിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ആയി. പിന്നെ പയ്യെ കമ്പോസിങ് അങ്ങനെ ഇരിക്കും. ഞങ്ങൾക്ക് യാദൃശ്ചികമായിട്ടൊരു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നല്ല ഓർമ്മയുള്ള ആളാണെന്നല്ലേ പറഞ്ഞേ, ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട് പാടി അത് പാടി കേൾപ്പിച്ച് വെറുതെ ഉള്ള ഇഷ്ടം പോകും. വെറുതെ എന്തിനാ പാട്ട് മറക്കില്ല, പാട്ട് എന്തായാലും മറക്കില്ല. കുട്ടി ജിമ്മും കുട്ടി ബിബിയും
കൂടെ കമ്പോസ് ചെയ്ത പാട്ട്. അന്ന് ജിമ്മ് കുട്ടിയല്ല കേട്ടോ, അന്ന് കുറച്ചുകൂടി വണ്ണം കൂടുതലായിരുന്നു. എനിക്ക് വണ്ണമുണ്ട് +1 ഒക്കെ ആയപ്പോഴാണ് ശരിക്കും ഭയങ്കരമായിട്ട് മെലിഞ്ഞു വരിക. ഓക്കെ ഓക്കെ ബേബി പാട്ട് പാടാ, ഉരുകുന്ന മെഴുതിരിന്നാണ് ഒരു ആദ്യത്തെ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് അത് സാരമില്ല. ഞങ്ങൾക്ക് എന്തോ ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മുടെ ഒപ്പത്തിലെ ഹിറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് എവിടുന്നാ തുടങ്ങിയത് എന്നറിയുമ്പോ ഇപ്പൊ വളർന്നു വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ ആകത്തില്ല ഇത് കേൾക്കുമ്പോ. തീർച്ചയായിട്ടും നമ്മള് എല്ലാവരും പറയാറുണ്ട്, ചോദിക്കുന്ന ആൾക്കാർ പറയാം ആദ്യമായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഇന്ന് പയ്യേന്ന് തോന്നും. പക്ഷെ അതിൽ നിന്നാണല്ലോ നിങ്ങൾ തുടങ്ങിയത്. സ്പെഷ്യൽ. എല്ലാം ഞങ്ങൾ ചെയ്ത എല്ലാ സോങ്സും ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അതിൽ നിന്ന് തുടങ്ങുന്നു, തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ആയിക്കോട്ടെ, അപ്പോൾ അത് പാടണം. അപ്പോൾ പാടണം. ആയിക്കോട്ടെ, പാടാം. മെഴുതിരിയാണു ഞാൻ ഉടലാകെ നിൻ കൃപ നീ തരു കനിവോലുമാമരൂപനി ഉരുകുന്ന മെഴുതിരിയാണു ഞാൻ. അതാണ് സംഭവം. ഇതാണ് തുടങ്ങി വെച്ച പാട്ട്. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് കോമ്പോസിഷൻ തന്നെ അത്യാവശ്യം നല്ലതാണല്ലോ. ഞങ്ങള് പിന്നെ ഞങ്ങളുടെ കോമ്പോസിഷന്റെ ഒരു പ്രത്യേകത വെച്ചാല് ഞങ്ങള് കോമ്പോസിഷന് വേണ്ടി അങ്ങ് ഇരിക്കാറില്ല. ചിലപ്പോൾ ജിമ്മാണെങ്കിലും ഞാനാണെങ്കിലും മെൽദോസ് ആണെങ്കിലും ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. ഈവൻ ഞങ്ങൾ കുളിക്കാൻ കയറുമ്പോൾ വരെ ഉണ്ടാക്കിയാണ് ഒരുപാട് ഇത് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അത് സത്യമാണത്. അതെന്ന് വെച്ചാല് നമ്മള് ഈ പർപ്പസ്ഫുള്ളി അങ്ങനെ ഇരിക്കാറില്ല, വളരെ റയറായിട്ട് ഇരിക്കാറുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരു പാട്ട് നമ്മുടെ ഇഷ്ടമായില്ല, സ്റ്റുഡിയോയിൽ ഏറ്റവും കൂടുതലുള്ള ബാത്റൂമാണോ? ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് കമ്പോസ് ചെയ്യാറില്ല എന്നുള്ളത് വേറെ സത്യം. ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകണമെങ്കിൽ അതൊരു മ്യൂസിക്കൽ ട്രിപ്പായിരിക്കും. സർപ്രൈസ് ആയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നത്, ഏതോ സ്കൂളിലാണല്ലോ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്കൂളിലാണ്. നിങ്ങൾ പഠിച്ച സ്കൂളാണോ? അല്ലല്ല, ഞങ്ങൾ പഠിച്ച സ്കൂളല്ല. വീണ്ടും സർപ്രൈസ് ഞങ്ങൾ തരാണ്. നമുക്ക് ആളുടെ അടുത്ത് പോയിട്ട് സർപ്രൈസ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാവാം. ഇവിടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരാണ് ഈ കുട്ടി സ്റ്റാർ? വേണമെങ്കിൽ എല്ലാവർക്കും ആയിട്ട് ഒരു ക്ലൂ തരാം. ക്ലൂ ഉണ്ടല്ലോ. നന്ദിനി എന്നാണ് കുട്ടിയുടെ പേര്. അതാണ് അല്ലേ? നന്ദിനി എന്നാണ് കുട്ടി. അയ്യോ, അത് ഭയങ്കര ക്ലൂ ആയി പോയി. പക്ഷേ എന്റെ സ്കൂളല്ല. എന്റെ സ്കൂളല്ല. നന്ദിനി എന്നാണ് പേര്. പക്ഷേ ആൾക്കാർ നമ്മൾ ഈ ക്ലൂ എന്തായാലും തന്നെ പൊട്ടിക്കാൻ പോലെ പയ്യെ നടന്ന് എല്ലാവരും മനസ്സിലായി കാണും. ഒരു ഓപ്ഷൻ ആ പാട്ട് പാടി കൊടുത്തേ. അപ്പൊ പിന്നെ സിമ്പിൾ ആയില്ലേ? എളുപ്പമായില്ലേ? അത്ര സിമ്പിൾ ആക്കണ്ട. അത്ര സിമ്പിൾ ആക്കണം. സിമ്പിൾ ആക്കണ്ട, നമുക്ക് ഡയറക്റ്റ് പോയി കാണാം. അപ്പൊ ഇത് ഏത് സ്കൂളാണെന്ന് എനിക്കറിയോ? ഇല്ല, ഒന്നും പറയില്ല, നമ്മൾ ഡയറക്റ്റ് പോവാം. ആയിക്കോട്ടെ. ഇതാണ് നമ്മുടെ സ്റ്റാർ. ഇതാണ് നമ്മുടെ നന്ദിനി കുട്ടി, ഒപ്പത്തിലെ നന്ദിനി. പക്ഷെ ഇവിടുത്തെ മീനാക്ഷി. വേണ്ട വേണ്ട, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അപ്പൊ സ്കൂളിലൊന്നും പോകുന്ന പരിപാടിയില്ല. അതെ, അറിയോ? പിന്നെ ആരാ അവര്? ജിം ചേട്ടനും ബിബിൻ ചേട്ടനും. ബിബിനോ? ബിബി. ആരാ ഇവര്? ഇവര് ഒപ്പത്തിന്റെ മിനുങ്ങും മിന്നുങ്ങിയ പാട്ടിന്റെ 4 മ്യൂസിക്സിലെ ചേട്ടന്മാര്. അറിയാം. പിന്നെ ഈ ചേട്ടന്മാരെ പറ്റിട്ടൊന്ന് പറഞ്ഞേ. ഈ ചേട്ടന്മാര് നല്ല ചേട്ടന്മാരാണോ? വഴക്കുണ്ടാക്കോ? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് പറയുന്നില്ല. അതിലെന്തൊരു കുഴപ്പമുണ്ട്? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സുജിത്തേടൻ സുജിതർ പാട്ടൊക്കെ പാടി നമ്മളതിനൊപ്പം പാടിയിട്ട് വഴക്കുണ്ടാക്കിയതുണ്ടോ? എന്തായിരുന്നത്? എന്നാലും കുഴപ്പമില്ല, പാവൻ ചേട്ടന്മാരാ. ഇവരാണ് മിനിങ്ങും മിന്നാമിനിങ്ങെ പാട്ടുണ്ടാക്കിയവര്, മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് നമ്മൾ പാട്ട് പാടാൻ പോവാം. ഇവർക്കും നന്ദിനി കുട്ടിക്കും മീനാക്ഷി കുട്ടിക്കും. ഓക്കെ ഓക്കെ. മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ. ഇത് പറഞ്ഞറിയാൻ പറ്റുന്ന നമുക്ക് നിങ്ങൾ ഉണ്ടാക്കിയ പാട്ട് ഇവിടുത്തെ കുട്ടികൾ പാടുന്നു എന്ന് പറയുമ്പോ
ഭയങ്കര അനുഭവമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഞങ്ങൾ വേറെ സ്കൂളിൽ പോയി ഇതുപോലെ തന്നെയായിരുന്നു. കുഞ്ഞു കുട്ടികൾ പോലെ എല്ലാവർക്കും പാട്ടുകൾ കാണാപ്പാടാറ്. ഭയങ്കര ഫീലിംഗ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫീൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോ നിങ്ങളുടെ സ്കൂൾ അനുഭവങ്ങളെ പറ്റിട്ട് നമുക്കൊന്ന് ചോദിക്കാം അല്ലെ മീനാക്ഷി? ഇവരെങ്ങനെയുണ്ടെന്ന് നമ്മൾ അറിയണമല്ലോ. അതെ, വളരെ അപ്പോ ബിബി ചേട്ടാ, ജിം ചേട്ടാ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരായിരുന്നു? അതെ, വളരെ നല്ല കുട്ടികളായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോവായിരുന്നോ? പിന്നല്ലേ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാറ്? ഞാൻ കഥാപ്രസംഗത്തിനുണ്ടായിരുന്നു, ലൈറ്റ് മ്യൂസിക്കിനുണ്ടായിരുന്നു, ഗ്രൂപ്പ് സോങ്ങിനുണ്ടായിരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞ ക്ലാസ്സിലൊന്നും ചേർത്തില്ലായിരുന്നു? അന്ന് ഇത്രയും പ്രോബ്ലം ഒന്നുമില്ല, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അന്ന് ഇത്രയും പഠിക്കാനും ബുദ്ധിമുട്ടില്ല, ഓക്കെ. ഭയങ്കര സപ്പോർട്ടല്ലേ സ്കൂളിൽ നിന്നൊക്കെ. ജിം ചേട്ടനോ? ഇവിടെ ഞാൻ സത്യം പറഞ്ഞ 5ാം ക്ലാസ് തൊട്ടിട്ടാണ് എന്റെ കലോത്സവ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് സ്കൂളിലെ ഗാനമേള ടീമിലുണ്ടായിരുന്നു, ബാൻഡിലുണ്ടായിരുന്നു, ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, അങ്ങനെ നാടകം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കലോത്സവത്തിലൊന്നും ചേരത്തില്ലേ? ഉണ്ട്. ഈ പ്രാവശ്യത്തെ യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ കൊറിയോഗ്രാഫി ചെയ്ത ഒരു ഡാൻസിന് തയ്യാറുണ്ടായിരുന്നു. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല ഇവിടെ, അതുകൊണ്ട് ഞാനാ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്, ടീച്ചറാണ്. അല്ലല്ല, ഞാൻ ചെയ്യാനിരുന്ന. അപ്പം നാടോടി നൃത്തമാണോ? അല്ല, ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസിന്റെ ഏത് പാട്ടിനാ? ഗണനായകായ എന്ന് പറഞ്ഞു. ഗണനായകായ. അതിന് കൊറിയോഗ്രാഫി ചെയ്യാൻ മാത്രം ആളായോ മീനാക്ഷി? മീനാക്ഷി ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഞാനോ? സിനിമാറ്റിക് ഡാൻസാ പഠിക്കുന്നത്. പഠിക്കോ നിങ്ങള്? കണ്ടാലറിയാം. ഡാൻസ് പഠിച്ചിട്ടുണ്ടേ? പിന്നെ പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫോക്സ് ഡാൻസ് നേരിട്ടാണ് കളിച്ചത്. കാരണം അതൊരു കുറുക്കൻ കളി തന്നെയായിരുന്നു. ജീവിതത്തിൽ ആ കൂടി ഒരു സ്റ്റേജിലാണ് ഞാൻ അത് കളിച്ചിട്ടുള്ളൂ. നാട്ടുകാർ സമ്മതിച്ചില്ല. ചേട്ടനോ? ഞാൻ അനുസരിച്ചിട്ടുണ്ട്. പിന്നല്ലേ സിംഗിൾ പള്ളിയിലായിരുന്നു സംഭവം. അടിപൊളി പാട്ടും പറയാം. ഹംഗാമ ഇതായിരുന്നു അന്നത്തെ സ്റ്റെപ്പ് വരെ ഓർക്കുന്നുണ്ട്. മീനുകുട്ടി, നമുക്ക് ഇവരെ കോമ്പറ്റീഷനിൽ തോപ്പിക്കണം. മീനുകുട്ടിയെ പറ്റിട്ട് പറയോ, കേക്കട്ടെ. വേറെന്തൊക്കെ കോമ്പറ്റീഷനിലാ ചേരുന്നത്? പാട്ട്, നാടകം? ഇല്ല. മാർഗംകളി, തിരുവാതിര, ഒപ്പന, ഞാൻ ഡാൻസിന് അങ്ങനെ ചേരും. ആക്ടിന് ചേരാം. മീനാക്ഷി സെറ്റിൽ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എല്ലാ ദിവസവും സെറ്റിലില്ലായിരുന്നു? ഓൾമോസ്റ്റ്. അപ്പൊ മീനാക്ഷിയെ പറ്റിട്ട് പറയാം, സെറ്റിൽ എങ്ങനെയാ? വളരെ നല്ല കുട്ടിയായിരുന്നു. അവള് തന്നെ പറയും. നല്ല അതായത് ഷോർട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് മീനാക്ഷിയെ കാണുമ്പോ മീനാക്ഷിയെ നമ്മൾ ആദ്യമായിട്ട് മീനാക്ഷിനെ കാണുന്നത് നമ്മുടെ സെന്റ് ആൽബർട്ട്സിന്റെ അവിടുത്തെ സെറ്റ് വെച്ചിട്ട് കോടതിയുടെ ആ ഷൂട്ട് കാണുന്ന സമയത്ത് എന്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു. അന്നാണ് മീനാക്ഷിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അന്ന് കണ്ടപ്പോ മീനാക്ഷി പാട്ട് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു വന്നു. പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയി ഷാനോ സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ആണ് കൊണ്ടുപോയി പരിചയപ്പെടുന്നത്. അപ്പൊ അന്ന് കൊണ്ടൊക്കെ അടുത്തപ്പോ ജസ്റ്റ് ഹായ് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. മീനാക്ഷിക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ ഇവരാണ്. മീനാക്ഷിയുടെ ഏതോ ഫാൻസ് അല്ല, അങ്ങനല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇവരാദ്യം കണ്ടപ്പോഴോ ലാലേട്ടനെ കാണാൻ വന്നു. ലാലേട്ടൻ എന്റെ ഞാൻ ഇറങ്ങി വന്നതിന്റെ തൊട്ട് പുറകില് ലാലേട്ടൻ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ലാലേട്ടനെ കാണാൻ വന്നായിരിക്കും. അപ്പൊ ഞാൻ അല്ല, അതെ അതെയോ? അതെ. അപ്പൊ എന്നിട്ട് ആദ്യമായിട്ട് കണ്ടിട്ട് ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മാറി. ഇപ്പൊ ഇവൻ പ്രിൻസ് ആറായാലും ഒരുപാട് പറയാറുണ്ട്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അല്ലാത്ത സമയത്തൊക്കെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കുസൃതി കാണിച്ചു നടക്കും. ഇതായിരുന്നു. ഓ ഇല്ല ഇല്ല, അവിടെ ആരുടെ സെറ്റിൽ ആരുടെ കയ്യിൽ വഴക്ക് കിട്ടില്ല? ഇല്ല, വളരെ നല്ല കുട്ടിയായിരുന്നു. ഇല്ല ഇല്ല. പ്രിയങ്ക ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞത് എന്താണ് മീനാക്ഷിയെ പറ്റിയിട്ട്? എന്റെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? നല്ല രസമുണ്ടായിരുന്നു. എന്താ ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഷോട്ട് ചെയ്യുന്നതിന്റെ പേടിയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.